നമസ്കാരം. നമ്മൾ ഇന്നലെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളുടെ അവലോകനം നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് മെസ്സേജുകൾ വന്നിരുന്നു. അതായത് തളിപ്പറമ്പുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞ കണക്കുകളിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന്. തീർച്ചയായിട്ടും ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് പരിഗണിക്കുന്നതിൽ, അല്ലെങ്കിൽ ആ ഒരു നമ്പർ പരിഗണിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രേക്ഷകരോട് ആദ്യം തന്നെ അതിൽ ഒരു ക്ഷമാപണം നടത്തുന്നു. അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നടന്നിട്ടുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ, ആ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചിട്ടാണ് നമ്മളിവിടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ 2021 തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള ആ ഒരു വോട്ടിംഗ് പാറ്റേൺ, ഈ രണ്ട് വോട്ടിംഗ് പാറ്റേണെ കൂടി ചേർത്തുകൊണ്ട് ഉള്ള ഓരോ അനാലിസിസ് ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ കാരണം എന്താ പറയുക, ഒരു അക്കാഡമിക്കലി വേണം ഈ ഒരു കാര്യത്തെ സമീപിക്കാൻ എന്നാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് എൻ്റെ ആദ്യത്തെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. നമ്മൾ ഇന്നിപ്പോൾ പരിശോധിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളാണ്. ഒരു കുഞ്ഞൻ ജില്ലയും ഒരു വലിയ ജില്ലയും. അതായത് 13 സീറ്റുകളുള്ള കോഴിക്കോടും അതോടൊപ്പം തന്നെ 3 സീറ്റുകളുള്ള വയനാടും ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. ഇതിൽ നമ്മൾ കൽപ്പറ്റ, വയനാട് ജില്ലയിൽപ്പെട്ടതാണ് കൽപ്പറ്റ. കൽപ്പറ്റ ഇപ്പം ടി സിദ്ദിഖാണ് കൽപ്പറ്റയുടെ MLA എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം ശ്രേയാംസ് കുമാറിനെ 5470 വോട്ടുകൾക്കാണ് കൽപ്പറ്റയിൽ പരാജയപ്പെടുത്തിയത്. വളരെ വാശിയേറിയ ഒരു മത്സരമാണ് കൽപ്പറ്റയിൽ നടന്നിരുന്നത്. ആ കൽപ്പറ്റയിൽ കഴിഞ്ഞ പ്രാവശ്യം 5470 വോട്ടാണ് 2021 ടി സിദ്ദിഖിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് എങ്കിൽ, അത് 2025 ത്രിതല പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളുടെ ലിസ്റ്റ് വരുമ്പോഴത്തേക്ക് ഏകദേശം 79,050 വോട്ടുകൾ നേടാനായിട്ട് UDF-നും 68,368 വോട്ട് നേടാൻ LDF-ന് സാധിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10,682 വോട്ടിന്റെ വ്യത്യാസമാണ് കൽപ്പറ്റയിൽ ഇപ്രാവശ്യം UDF-നുള്ളത്. അതായത് UDF-ഉം LDF-ഉം തമ്മിലുള്ളത്. അവിടെ UDF-നാണ് ലീഡ് ചെയ്തിട്ടുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം 2021 70,252 വോട്ടാണ് ടി സിദ്ദിഖിന് ലഭിച്ചിരുന്നതെങ്കിൽ ഇപ്രാവശ്യം അത് 79,000, ടി സിദ്ദിഖിനല്ല, മൊത്തം നിയോജക മണ്ഡലത്തിൽ 79,000 വോട്ടായിട്ട് ഉയർത്താനായിട്ട് UDF-ന് സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രത്യേകിച്ച് കൽപ്പറ്റ എന്ന് പറയുന്ന UDF അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. RJDക്ക് അത്യാവശ്യം സ്വാധീനമുള്ള ഒരു മേഖല കൂടിയാണ് കൽപ്പറ്റ എന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എനിക്കത് കൽപ്പറ്റയ്ക്ക് പ്രത്യേകിച്ചൊരു മാറ്റം 2026 സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം നമുക്ക് മറുപടി പറയാനായിട്ട്. പിന്നെ അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് ബത്തേരിയാണ്. ബത്തേരിയിലെ IC ബാലകൃഷ്ണനാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരുന്നത്. 81,000-ഓളം വോട്ട് അന്ന് അദ്ദേഹത്തിന് കിട്ടിയിരുന്നു. 81,077 വോട്ട് IC ബാലകൃഷ്ണന് കിട്ടിയിരുന്നു. അപ്പോൾ ഏകദേശം അന്ന് 11,822 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് IC ബാലകൃഷ്ണന് അന്നുണ്ടായിരുന്നത്. അത് 2021 ഉണ്ടായിരുന്നത്. എന്നാൽ ബത്തേരിയിലേക്ക് നമ്മൾ വരുമ്പോൾ 2025 വരുമ്പോഴത്തേക്ക് അവിടുത്തെ കാര്യങ്ങൾ കുറച്ച് കുഴപ്പത്തിലാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. കാരണം ബത്തേരിയിൽ 75,000 വോട്ടിലേക്ക് കുറഞ്ഞു. ഏകദേശം 6,000 വോട്ടിന്റെ കുറവുണ്ട്. 73,130 വോട്ട് LDF-ന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് 2,781 വന്നിട്ടുണ്ട്. ഈ IC ബാലകൃഷ്ണന്റെ വിഷയത്തിൽ നമുക്കറിയാം, അവിടുത്തെ DCC ട്രഷറിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, അതുകൂടാതെ അവിടുത്തെ DCC പ്രസിഡന്റായിരുന്ന ND അപ്പച്ചനുമായിട്ടുള്ള തർക്കങ്ങൾ, ND അപ്പച്ചനെ പച്ചയ്ക്ക് തെറി പറയുന്നതൊക്കെ എല്ലാ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ UDF-ന് ഇപ്രാവശ്യം അനുയോജ്യനായിട്ടുള്ള സ്ഥാനാർത്ഥി ആയിരിക്കില്ല എന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ഡാറ്റ നമ്മളെ മനസ്സിലാക്കിച്ചു തരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് UDF-നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയിട്ടാണ്. ഒരുപക്ഷെ UDF-ന് 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പക്ഷെ ബത്തേരി നഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടെ CK ജാനു ഒക്കെ ഇപ്പോൾ UDF-ന്റെ അസോസിയേറ്റ് മെമ്പറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ CK ജാനു ഒക്കെ ആയിരിക്കുമോ ബത്തേരിയിലെ സ്ഥാനാർത്ഥിയാവുക? ബത്തേരി അല്ലെങ്കിൽ മാനന്തവാടി വേണം എന്നുള്ള ഒരു കർശന നിലപാടിലൊക്കെയാണ് CK ജാനു ഉള്ളത്. അപ്പോൾ അവിടെ എന്താവും നമുക്ക് പറയാൻ സാധിക്കില്ല. അപ്പോൾ സുൽത്താൻ ബത്തേരിയുടെ ഒരു അവസ്ഥ ഇതാണ്. IC ബാലകൃഷ്ണന്റെ ഭൂരിപക്ഷം കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നമ്മൾ മാനന്തവാടിയിലേക്ക് വരുന്ന സമയത്ത്, മാനന്തവാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചിട്ടുള്ളത് ശ്രീ OR കേളുവാണ്. 9,282 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം 2021 വിജയിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം 72,000 വോട്ട് കേളുവിന് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം 62,132 വോട്ടുകൾ മാത്രമാണ് LDF-ന് അത് ത്രിതല പഞ്ചായത്തിൽ നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ 10,000-ഓളം വോട്ടിന്റെ കുറവ് ഇവിടെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കേളു 9,282 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം കേളുവാണ് വിജയിച്ചത്. പക്ഷെ ഇപ്രാവശ്യം ആ ഭൂരിപക്ഷം UDF-ന് 11,548 വോട്ടിന്റെ ഒരു ലീഡ് UDF-ന് ഇപ്രാവശ്യം
മാനന്തവാടിയിൽ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിനു മുമ്പ് ജയലക്ഷ്മിയൊക്കെ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ 2 പ്രാവശ്യവും ജയലക്ഷ്മി അവിടെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചെറുപ്പക്കാരിയായിട്ടുള്ള ദളിത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജയലക്ഷ്മി കേരളത്തിൽ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട് 2011 ഉമ്മൻചാണ്ടി സർക്കാരിൽ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വീണ്ടും ഒരുപക്ഷെ ജയലക്ഷ്മി തന്നെ മത്സരിക്കുമോ അതോ CK ജാനുവോ ആരെങ്കിലും ഒക്കെ ആ മണ്ഡലത്തിലേക്ക് എത്തുമോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു മാനന്തവാടി UDFന് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ 2 പ്രാവശ്യം അവിടെ മത്സരിച്ചിട്ടുള്ള OR കേളു തന്നെ അവിടെ മത്സരിക്കുമോ അതോ മറ്റാരെങ്കിലും ആയിരിക്കുമോ LDFന് വേണ്ടിയിട്ട് അവിടെ അംഗത്തിനിറങ്ങുക എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും സ്ഥാനാർത്ഥികളെയും കൂടി ആശ്രയിച്ചിട്ടായിരിക്കും മാനന്തവാടിയിലെ വിജയപരാജയങ്ങൾ എന്ന് നമ്മൾ പറയേണ്ടി വരുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്തേക്ക് വരുന്ന സമയത്ത് അവിടെ CPIയുടെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിട്ടുള്ളത്, EK വിജയൻ. ഏകദേശം 4035 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചിരുന്നത്. പക്ഷേ നാദാപുരത്ത് ഇപ്രാവശ്യം 5365 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം ത്രിതല പഞ്ചായത്തിൽ UDFന് അനുകൂലമായിട്ടുണ്ട്. അതായത് 83,000-ഓളം വോട്ട് നാദാപുരത്ത് കഴിഞ്ഞ പ്രാവശ്യം CPI സ്ഥാനാർത്ഥിക്ക് നേടാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം അത് 79,000-ലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. 4,000 വോട്ടുകൾ കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ UDFന് അത് 84,993 ഉയരുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം LDFന് ലഭിച്ചിരുന്ന ഭൂരിപക്ഷമായി ലഭിച്ചിരുന്ന 4,000 വോട്ടുകളിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടായിരിക്കുന്നു. അത് UDFന്റെ പക്ഷത്തേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ നാദാപുരം ഒരു കാരണവശാലും പൂർണ്ണമായിട്ട് നമുക്ക് ഉറപ്പിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല UDF അനുകൂല മണ്ഡലമാണ് എന്നുള്ള രീതിയിൽ. ശരിക്കും ഒരു LDF അനുകൂലമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. അതിഭീകരമായിട്ടുള്ള ഭരണവിരുദ്ധ തരംഗം എന്തെങ്കിലുമൊക്കെ ആഞ്ഞടിച്ചാൽ മാത്രമേ നാദാപുരം LDFനെ കൈവിടുകയുള്ളൂ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മൾ വരുന്ന സമയത്ത് അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് കുറ്റ്യാടിയാണ്. കുറ്റ്യാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിട്ടുള്ളത് 333, വളരെ ചുരുങ്ങിയ ഒരു ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിട്ടുള്ളത്. പക്ഷേ ഇപ്രാവശ്യം UDFനെ സംബന്ധിച്ചിട്ട് 4558 വോട്ടിന്റെ ഒക്കെ ഒരു ലീഡ് അവിടെ കാണുന്നുണ്ട്. 52,246 വോട്ടാണ് UDFനുള്ളത്, 47,688 വോട്ടാണ് കുറ്റ്യാടിയിൽ LDFനുള്ളത്, 3,150 വോട്ട് NDAക്ക് ഉണ്ട്. അത് വലിയ കാര്യമായിട്ട് കാണേണ്ട ആവശ്യമില്ല. കുറ്റ്യാടിയിൽ കഴിഞ്ഞ പ്രാവശ്യം 333 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് എങ്കിൽ തന്നെയും എനിക്ക് തോന്നുന്നു കുറ്റ്യാടി ഒരിക്കലും LDFനെ കൈവിടാനായിട്ടുള്ള സാധ്യതകളില്ല. കഴിഞ്ഞ പ്രാവശ്യം കുറ്റ്യാടി കേരള കോൺഗ്രസ് എമ്മിന് നൽകുകയും അതിനുശേഷം പിന്നീട് അവിടുത്തെ LDFന്റെ സമ്മർദ്ദത്തെ തുടർന്ന് കുറ്റ്യാടി മണ്ഡലം തിരിച്ച് കേരള കോൺഗ്രസ് എം LDFന് വിട്ടു നൽകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ അന്നുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം ഒരു പക്ഷേ ആ ഒരു ഭൂരിപക്ഷം കുറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. കുറ്റ്യാടി LDFനെ കൈവിടുമോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല. പക്ഷെ ഒരു വളരെ വലിയൊരു ടൈറ്റ് മത്സരം കുറ്റ്യാടിയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം 4,558 വോട്ടിന്റെ ഒരു മേൽക്കൈ മാത്രമാണ് UDFന് ത്രിതല പഞ്ചായത്തിൽ ഇവിടെ ലഭിച്ചിട്ടുള്ളത്. ആ 4,558 വോട്ട് എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഒരിക്കലും നിസ്സാരവൽക്കരിച്ച് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെറും 333 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. പിന്നീട് നമ്മൾ വരുമ്പോഴത്തേക്ക് വടകരയിലേക്ക് വരുന്ന സമയത്ത് അവിടെ KK രമ RMPയുടെ സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ പ്രാവശ്യം 62,456 വോട്ടുകൾ KK രമ അവിടെ പിടിച്ചിരുന്നു. അങ്ങനെയാണ് 7,491 വോട്ടിന്റെ ഭൂരിപക്ഷം വടകരയിൽ കിട്ടുന്നത്. പക്ഷേ ഇപ്രാവശ്യം UDFന് മൊത്തത്തിൽ ലഭിച്ചിരിക്കുന്നത് 46,333 വോട്ടും അതോടൊപ്പം തന്നെ LDFന് ലഭിച്ചിരിക്കുന്നത് 38,339 വോട്ടുമാണ്. അവിടെ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് 7,994 എങ്കിലും കഴിഞ്ഞ പ്രാവശ്യം 7,491 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് KK രമയ്ക്ക് ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു വലിയ വ്യത്യാസങ്ങൾ ഇതിൽ സംഭവിച്ചിട്ടില്ല വടകരയിൽ. കാരണം ആ ഒരു ഭൂരിപക്ഷം ഏകദേശം നിലനിർത്തി പോകാനായിട്ട് KK രമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിലൊക്കെ KK രമ എടുത്തിട്ടുള്ള നിലപാടുകളിൽ എതിർപ്പുള്ള ഒരുപാട് ആളുകളും അവിടെ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പിന്നെ ബാലുശ്ശേരിയിലേക്ക് വരുമ്പോഴത്തേക്ക് ബാലുശ്ശേരിയിൽ കഴിഞ്ഞ പ്രാവശ്യം 20,372 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സച്ചിൻ ദേവ് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചത്. നമ്മുടെ ധർമ്മജനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സച്ചിൻ ദേവ് അന്ന് അവിടെ മത്സരിച്ച് വിജയിച്ചത്. അവിടെ ഇപ്രാവശ്യം 85,701 വോട്ട് നേടാനായിട്ട് UDFന് സാധിച്ചിട്ടുണ്ട്. 73,293 വോട്ട് നേടാൻ മാത്രമാണ് LDFന് സാധിച്ചിട്ടുള്ളത്. അവിടെ NDAക്ക് 19,140 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. 12,408 വോട്ടിന്റെ ഒരു മേൽക്കൈ ഉള്ളത് UDFനാണ്. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കര അത്ഭുതമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം വലിയൊരു തിരിച്ചുവരവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 12,000 വോട്ടിന്റെ മേൽക്കൈ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ത്രിതല പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള ഇലക്ഷനിലെ മേൽക്കൈ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ ഒരു നിസ്സാരമായിട്ടൊന്നും കാണാൻ സാധിക്കത്തില്ല. സച്ചിൻ ദേവ് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യത്തെ 20,372 വോട്ടിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം 91,831 വോട്ട് സച്ചിൻ ദേവിന് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം അത് 73,000-ലേക്ക് അവിടുത്തെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്.
അതായത് ബാലുശ്ശേരി നിയോജക മണ്ഡലത്തിലെ LDFന്റെ വോട്ടുകൾ അത് കൃത്യമായിട്ട് 28,000 വോട്ടിന്റെ ഒരുപക്ഷെ പോൾ ചെയ്യപ്പെടാത്തതായിരിക്കാം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വോട്ട് ഷിഫ്റ്റിങ് ഏത് NDAയിലേക്കോ UDFിലേക്കോ ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവാം. അതിനെക്കുറിച്ച് പരിശോധിക്കേണ്ടതും ഒക്കെ LDFന്റെ തെരഞ്ഞെടുപ്പ് വിദഗ്ധരാണ് എന്നാണ് പറയാനുള്ളത്. ബാലുശ്ശേരിയിൽ നിന്ന് നമ്മൾ തിരിച്ച് പേരാമ്പ്രയിലേക്ക് വരുന്ന സമയത്ത് പേരാമ്പ്രയിൽ അവിടെ CPIMന്റെ TP രാമകൃഷ്ണന്റെ സീറ്റാണ്. കഴിഞ്ഞ പ്രാവശ്യം 22,592 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അന്ന് 86,023 വോട്ടാണ് CPMന്റെ സ്ഥാനാർത്ഥി നേടിയത്. എന്നാൽ ഇപ്രാവശ്യം അത് വന്നിട്ടുള്ളത് പേരാമ്പ്രയിൽ വന്നിട്ടുള്ളത് 68,000 വോട്ടിലേക്ക് 68,502 വോട്ടിലേക്ക് അത് കുറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ UDF 79,425 വോട്ടുകൾ നേടിയിരിക്കുന്നു. ഏകദേശം 10,923 വോട്ടിന്റെ ഒരു ലീഡ് കഴിഞ്ഞ ത്രിതല പഞ്ചായത്തിൽ പേരാമ്പ്രയിൽ LDFനുണ്ട്. അവിടെ TP രാമകൃഷ്ണനും സൂക്ഷിക്കേണ്ടതുണ്ട്. 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടന്നുകൊണ്ടാണ് അവിടെ 10,923 എന്നുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്ക് UDF എത്തിയിരിക്കുന്നത്. അതുകൂടാണ്ട് കൊയിലാണ്ടിയിൽ കാനത്തിൽ ജമീല ഇപ്പൊ അന്തരിച്ചുപോയി. അവർ 8,472 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചിരുന്നത്. പക്ഷേ ആ കൊയിലാണ്ടിൽ ഇപ്രാവശ്യം 3,924 വോട്ടിന്റെ ഒരു മേൽക്കൈ UDFന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. 72,000 വോട്ടുകളാണ് ഇപ്രാവശ്യം 72,893 വോട്ടുകളാണ് UDFന് ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത്. എന്നാൽ LDFന് 68,969 വോട്ടും NDAക്ക് 21,069 വോട്ടും, അങ്ങനെയാണ് 3,924 വോട്ടിന്റെ ഒരു ലീഡ് UDFന് അനുകൂലമായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 75,628 വോട്ട് നേടിയിരുന്ന സ്ഥാനത്താണ് ഇപ്രാവശ്യം അത് 68,969 എത്തിയിരിക്കുന്നത്. അവിടെയും LDF വളരെയധികം ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു പ്ലേസ് ആണ് കൊയിലാണ്ടി എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഏത് ഭാഗത്തു നിന്ന് എവിടേക്കാണ് വോട്ട് ഷിഫ്റ്റിംഗ് നടന്നിട്ടുള്ളത് എന്നുള്ളത് LDFന്റെ തെരഞ്ഞെടുപ്പ് വിചക്ഷണർ തന്നെ പരിശോധിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. കൊടുവള്ളിയിൽ കഴിഞ്ഞ പ്രാവശ്യം MK മുനീർ 6,344 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതാണ്. പക്ഷേ അവിടെ ഈ പ്രാവശ്യം 20,417 വോട്ടുകളുടെ മേൽക്കൈ നേടാനായിട്ട് UDFന് സാധിച്ചിട്ടുണ്ട്. അതായത് 84,604 വോട്ടുകൾ ആണ് ഇപ്രാവശ്യം UDFന് അനുകൂലമായിട്ട് ത്രിതല പഞ്ചായത്തിൽ പോൾ ചെയ്തിട്ടുള്ളത്. 64,187 വോട്ടാണ് LDFന് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. 9,335 വോട്ടാണ് NDAക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം MK മുനീറിൽ ലഭിച്ചിരുന്ന 72,336 വോട്ട് എന്നതിൽ നിന്നാണ് ഇപ്രാവശ്യം 84,000ത്തിലേക്ക്, അതായത് ഏകദേശം 12,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിക്കാനും ഭൂരിപക്ഷം നിലനിർത്താനും സാധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കൊടുവള്ളിയിൽ 20,417 എന്ന വോട്ടിന്റെ ഒരു മേൽക്കൈ നേടാനായിട്ട് UDFന് സാധിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് നമ്മൾ വരുമ്പോഴത്തേക്ക് ഏലത്തൂരാണ്. ഏലത്തൂർ AK ശശീന്ദ്രനാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചിരുന്നത്. അദ്ദേഹത്തിന് 38,502 വോട്ടിന്റെ ഭൂരിപക്ഷം ആണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ മത്സരിച്ചിരുന്നത് UDFന്റെ ഘടകകക്ഷിയായിട്ടുള്ള KDP ആണ് അവിടെ മത്സരിച്ചിരുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് അവിടെ പോകാനായിട്ടുള്ള കാര്യം. അവിടെ കഴിഞ്ഞ പ്രാവശ്യം ശശീന്ദ്രൻ 83,639 വോട്ടുകൾ നേടിയിരുന്നു. ഏലത്തൂര് ഇത്തവണ 72,098 വോട്ട് നേടാനായിട്ട് UDFന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം 83,639 വോട്ട് നേടിയിരുന്ന AK ശശീന്ദ്രന് ഇപ്രാവശ്യം ലഭിച്ചിട്ടുള്ളത് 70,836 വോട്ടുകൾ മാത്രമാണ്. അപ്പോൾ ഏകദേശം ഒരു 5,000 വോട്ടിന്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് എങ്കിൽ തന്നെയും UDFന് വോട്ടുകൾ വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കൂടാണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശശീന്ദ്രന്റെ 38,502 അതിൽ നിന്നാണ് ഭൂരിപക്ഷം 5,938 LDFന് പോന്നിരിക്കുന്നത്. പിന്നീടുള്ളത് കോഴിക്കോട് നോർത്താണ്. കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനാണ് വിജയിച്ചുള്ളത്. CPMന്റെ ആണ്. 12,928 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിന് 59,124 വോട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് 48,601 വോട്ടാണ് LDFന് ലഭിച്ചിരിക്കുന്നത്. UDFന് 43,600 വോട്ടുകൾ. അവിടെ BJPയും ഒരു വലിയ ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ഏകദേശം 33,831 വോട്ടുകളുടെ ഒരു നേട്ടം അവിടെ BJPയും ഉണ്ടാക്കുന്നുണ്ട്. അവിടെയും LDF തന്നെയാണ് മുമ്പിട്ട് നിൽക്കുന്നത്. 5,001 വോട്ടിന്റെ ഭൂരിപക്ഷം ഈ മേൽക്കൈ നേടാനായിട്ട് കോഴിക്കോട് നോർത്തിൽ LDFന് സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് കോഴിക്കോട് സൗത്തിലേക്ക് വരുന്ന സമയത്ത് അവിടെ അഹമ്മദ് ദേവർകോവിലിന് കഴിഞ്ഞ പ്രാവശ്യം 12,459 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. 52,000-ഓളം വോട്ടുകൾ പിടിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. പക്ഷേ ഇപ്രാവശ്യം
അത് 32,194 ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 32,194 വോട്ടുകളിലേക്ക് വന്നു എന്ന് മാത്രമല്ല UDF അവിടെ വോട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 40,386 വോട്ടുകളിലേക്ക് എത്തുകയും 8,192 വോട്ടുകളുടെ മേൽക്കൈ UDF നേടാനായിട്ടും സാധിച്ചിട്ടുണ്ട് കോഴിക്കോട് സൗത്തിൽ. അപ്പോൾ കോഴിക്കോട് സൗത്തും LDF ഡേഞ്ചർ ബെല്ലടിക്കുന്നുണ്ട്. ബാക്കിയുള്ളത് LDF തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ തിരുവമ്പാടിയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് ലിൻഡോ ജോസഫ് കഴിഞ്ഞ പ്രാവശ്യം 4,643 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് തിരുവമ്പാടിയിൽ വിജയിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുവമ്പാടിയിൽ ഇപ്രാവശ്യം UDF 76,405 വോട്ടുകൾ കിട്ടിയിട്ടുണ്ട്. LDF 52,208 വോട്ടുകൾ. BJP അവിടെ അത്ര കാര്യപ്രസക്തമല്ല, 5,338 വോട്ടുകൾ മാത്രമാണുള്ളത്. 24,197 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം അവിടെ തിരുവമ്പാടിയിൽ മേൽക്കൈ തിരുവമ്പാടിയിൽ നേടാനായിട്ട് UDF സാധിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 67,867 വോട്ട് നേടിയതാണ്. ആ സ്ഥാനത്ത് ഇപ്രാവശ്യം 52,208 വോട്ടുകളിലേക്ക് LDF ചുരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയോര മേഖലയിലുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് LDF സാധിക്കാത്ത പക്ഷം LDF അടുത്ത ഡേഞ്ചറസ് സോൺ ആയിരിക്കും തിരുവമ്പാടി എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുവമ്പാടിയിൽ നമ്മൾ വരുന്നത് കുന്നമംഗലത്തേക്കാണ്. കുന്നമംഗലത്ത് PTA റഹീം CPM സ്ഥാനാർത്ഥിയാണ്. കഴിഞ്ഞ പ്രാവശ്യം വിജയിച്ചത് 10,276 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് PTA റഹീം അവിടെ വിജയിച്ചിട്ടുള്ളത് കുന്നമംഗലത്ത്. ആ കുന്നമംഗലത്ത് ഇപ്രാവശ്യം UDF 12,685 വോട്ടുകളുടെ ലീഡുണ്ട്. അതായത് 89,697 വോട്ടുകൾ UDF നേടുന്ന സമയത്ത് LDF നേടാൻ സാധിച്ചിട്ടുള്ളത് 77,012 വോട്ടുകൾ മാത്രമാണ്. അവിടെയും BJP ഒരു ശക്തമായ ഒരു ഫാക്ടർ ആയിട്ടുണ്ട്. 31,481 വോട്ടുകൾ BJPക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 12,685 വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം കുന്നമംഗലത്ത് UDF വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞ പ്രാവശ്യം 85,138 വോട്ടുകളാണ് PTA റഹീം കുന്നമംഗലത്ത് പിടിച്ചിരുന്നത്. അവിടെ നിന്നുമാണ് ആ വോട്ടാണ് 77,000 ചുരുങ്ങിയിരിക്കുന്നത്. ഏകദേശം 8,000 വോട്ടുകൾ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള 8,000 വോട്ട് ആരുടേതാണ്, എങ്ങനെയാണ് പോയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠനം LDF നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ UDF സംബന്ധിച്ചിട്ട് ഈ ത്രിതല പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ള വോട്ടുകൾ അതേപടി തന്നെ നിലനിർത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട്. അവസാനമായിട്ട് നമുക്ക് വരുന്നതാണ് ബേപ്പൂരാണ് ഈ പ്രാവശ്യം ഏറ്റവും വലിയ മത്സരം നടക്കാൻ പോകുന്നത് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. ബേപ്പൂര് 1,340 വോട്ടുകളുടെ ഭൂരിപക്ഷം LDF ത്രിതല പഞ്ചായത്തിൽ കാണിക്കുന്നത്. പക്ഷെ എങ്കിൽ തന്നെയും കഴിഞ്ഞ പ്രാവശ്യം 28,747 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് PA മുഹമ്മദ് റിയാസ് വിജയിച്ചു കയറിയത്. ആ സ്ഥാനത്താണ് ഈ 1,340 വോട്ടുകളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പരിശോധന നടത്തേണ്ടതുണ്ട് LDF എന്നെനിക്ക് തോന്നുന്നു. 82,165 വോട്ടാണ് 2021 തെരഞ്ഞെടുപ്പിൽ LDF ലഭിച്ചിരുന്നത്. എന്നാൽ അത് 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് 69,042 ചുരുങ്ങി എന്ന് വേണം നമ്മൾ കാണാനായിട്ട്. അതോടൊപ്പം തന്നെ ബേപ്പൂരിൽ UDF വോട്ട് 67,702 വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അവിടെയുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് വെറും 1,340 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇപ്പോൾ നമ്മൾ പരിശോധിച്ചിട്ടുള്ള ഈ 16 സീറ്റുകളിൽ 13 സീറ്റുകളിലും ഭൂരിപക്ഷം വന്നിട്ടുള്ളത് UDF ഈ 13 സീറ്റുകളിൽ എത്ര സീറ്റുകൾ തിരിച്ചു പിടിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. നമ്മൾ പറയുന്ന പ്രകാരം 85ഓളം സീറ്റുകളിലാണ് UDF ലീഡ് ചെയ്യുന്നത്. UDF ലീഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ UDF മേൽക്കൈ ത്രിതല പഞ്ചായത്തിൽ മേൽക്കൈയുള്ള ഈ 85 സീറ്റുകളിൽ എത്ര സീറ്റുകൾ തിരിച്ചു പിടിക്കാനായിട്ട് UDF സാധിക്കും, LDF സാധിക്കും എന്നുള്ളിടത്താണ് LDF ആണോ UDF ആണോ അധികാരത്തിൽ വരിക എന്ന് നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. കൽപ്പറ്റ ഒരു കാരണവശാലും തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം T സിദ്ദിഖിന്റെ ജനപ്രീതി ഓരോ ദിവസവും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ UDF കൈവശം തന്നെ ഇരിക്കുന്ന ബത്തേരിയിൽ IC ബാലകൃഷ്ണൻ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എങ്കിൽ ഒരുപക്ഷെ ആ സീറ്റ് LDF പിടിച്ചെടുക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ മാനന്തവാടിയിൽ LDF തന്നെയാണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത്. പക്ഷേ ആ സീറ്റ് OR കേളു തന്നെ വീണ്ടും മത്സരിച്ചാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ LDF സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി സാധിക്കുക. മറിച്ച് ഇപ്പോൾ ബത്തേരിയിലോ അതല്ല എങ്കിൽ മാനന്തവാടിയിലോ CK ജാനുവോ മറ്റാരെങ്കിലുമോ മത്സരിച്ചു കഴിഞ്ഞാൽ ഈ അവസ്ഥയിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും.
അതുകൂടാണ്ട് നാദാപുരമൊക്കെ LDFന്റെ തന്നെ കുത്തകയായിട്ട് അവകാശപ്പെടുന്ന സ്ഥലമാണ്. അവിടെ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പല പ്രാവശ്യം മത്സരിച്ച് നോക്കിയിട്ടും പരാജയപ്പെട്ടു പോയിട്ടുള്ളതാണ്. അതോടൊപ്പം തന്നെ കുറ്റ്യാടിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ്. വടകരയൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. ബാലുശ്ശേരിയൊക്കെ UDF പിടിച്ചെടുക്കാനാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. അതായത് നമുക്ക് പറയാൻ സാധിക്കുന്നത് മാനന്തവാടി UDF പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നാദാപുരം തിരിച്ച് UDF പിടിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കുറ്റ്യാടി ഭയങ്കര ടൈറ്റ് മത്സരമാണ്. അത് ഒരു പക്ഷേ UDFന്റെ പക്ഷത്തേക്ക് തന്നെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വടകരയിൽ ഒരു കാരണവശാലും UDFന്റെ കയ്യിൽ നിന്ന് UDFന് തന്നെ സ്വന്തമാണത്. ബാലുശ്ശേരി എനിക്ക് തോന്നുന്നില്ല UDFന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് അത് പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന്. പിന്നെ പേരാമ്പ്രയെ സംബന്ധിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് പേരാമ്പ്ര ഈ പറഞ്ഞ പോലെ തന്നെയാണ് UDFന് കാര്യം. ത്രിതല പഞ്ചായത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷമൊക്കെ ഉണ്ട്, 10,000-ഓളം വോട്ടിന് ഭൂരിപക്ഷമുണ്ട്. പക്ഷെ അത് ഒരു നിയമസഭാ ഇലക്ഷൻ വരുന്ന സമയത്ത് അത് പിടിച്ചെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പിന്നീട് നമ്മൾ കൊയിലാണ്ടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും കൊയിലാണ്ടിയും 8,472 വോട്ടിന്റെ 2021 മേൽക്കൈ ഉണ്ട്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് അതേത് രീതിയിൽ അടിക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. കൊടുവള്ളി, ഏലത്തൂരൊക്കെ എപ്പോഴും LDFന്റെ കൈവശം തന്നെ ഇരിക്കുന്ന ഒരു സീറ്റാണ്. കോഴിക്കോട് നോർത്ത്, അതോടൊപ്പം തന്നെ കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, തിരുവമ്പാടിയൊക്കെ UDFന് ഒരുപാട് പ്രതീക്ഷകളുള്ള സ്ഥലമാണ്. കുന്നമംഗലവും വേണമെങ്കിൽ UDFന് പ്രതീക്ഷകൾ വെച്ചു പുലർത്താവുന്ന ഒരു സ്ഥലം തന്നെയാണ്. അതോടൊപ്പം തന്നെ ബേപ്പൂര് PV അൻവർ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഏതൊക്കെയായാലും നമുക്ക് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും ഒരു സംശയവും വേണ്ട. ഓരോ മണ്ഡലങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്തും നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ധാരണയുണ്ട്. ഇപ്പോൾ LDFന്റെ സുഹൃത്തുക്കളാണെങ്കിലും UDFന്റെ സുഹൃത്തുക്കളാണെങ്കിലും അവർ കരുതുന്നത് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മളെ ലൈക്ക് ചെയ്യുകയും അതല്ലാത്ത സമയത്ത് നമ്മളെ പച്ചത്തെറി പറയുകയും ചെയ്യുന്ന ഒരു സമീപനമൊക്കെ ഉണ്ട്. അതങ്ങനെ തന്നെ തുടർന്നോട്ടെ. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡാറ്റ അനലൈസിന്റെ ബേസിലാണ് എന്ന് മാത്രമാണ് പറയാനുള്ളത്. പിന്നെ ത്രിതല പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾക്കും കൃത്യമായ ബോധ്യമുണ്ട്. മുഖപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ, ബന്ധുക്കാരുടെ അടിസ്ഥാനത്തിൽ, സുഹൃത്തുക്കളുടെ അടിസ്ഥാനത്തിൽ, നമുക്ക് ലഭിച്ചിട്ടുള്ള സഹായങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് വോട്ടിംഗ് നടന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ എങ്കിലും ജില്ലാ പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളും അത് പൊളിറ്റിക്കൽ വോട്ടായിട്ട് തന്നെ നമ്മൾ കൗണ്ട് ചെയ്യേണ്ടി വരും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇപ്പോഴുള്ള ഒരു വിശകലനം നടത്തി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയായാലും ഇന്നത്തേക്ക് അവസാനിപ്പിക്കാം. നാളെ മലപ്പുറം ജില്ലയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.